നമസ്തേ. ചില ആളുകൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അത് നഷ്ടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ മറ്റൊരു ഡയമെൻഷനിലേക്ക് മാറുകയാണ് എന്നുള്ളതാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇടയിൽ നിന്ന് മരണപ്പെട്ടു പോയ അല്ലെങ്കിൽ വേർപെട്ടു പോയതായിട്ടുള്ള ആത്മാക്കൾ, നമ്മുടെ പ്രിയപ്പെട്ടതായിട്ടുള്ള വ്യക്തികൾ, അവരുടെ ഒരിക്കലും തീരാത്തതായിട്ടുള്ള അൺഫിനിഷ്ഡ് ആയിട്ടുള്ള സ്നേഹം, അതുപോലെ തന്നെ അവരുടെ ഗൈഡൻസ്, നമ്മുടെ ഇൻഡ്യൂഷനിൽ കൂടെ പോലും അവർ നമ്മളെ ഗൈഡ് ചെയ്യുന്നത് പോലെ ചിലപ്പോൾ നമുക്ക് തോന്നുമെന്നുള്ളതാണ്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമുക്ക് അവരുടെ ഒരു സാന്നിധ്യം ചിലപ്പം അനുഭവപ്പെടും എന്നുള്ളതാണ്. എന്തുതന്നെയാണെങ്കിലും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എക്സാക്ട്ലി സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണെന്ന് ഞാൻ പറയുന്നില്ല. അതിനൊക്കെ നമുക്കൊരു പാരാസൈക്കോളജിയുടെ അല്ലെങ്കിൽ മെറ്റഫിസിക്സിൻ്റെ അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ ഫെനോമിനയുടെ ഒക്കെ കാറ്റഗറിയിൽ പെടുത്താവുന്ന ചില കാര്യങ്ങളാണ്. കാരണം ഇതിൽ പ്രധാനമായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളുള്ള കാര്യമല്ല. അതിനപ്പുറത്തേക്ക് നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ അനുഭവമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് ഞാൻ നിങ്ങളോട് പറയാറുണ്ട്. കാരണം നമ്മുടെ ഈ ജീവിതത്തിൽ വളരെ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് നോളജ് മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ. കാരണം ശാസ്ത്രീയമായിട്ടൊരു കാര്യം തെളിയിക്കാൻ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ശാസ്ത്രീയമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ എത്തിയിരിക്കുന്നത് വളരെ ശൈശവ ദശയിൽ, അല്ലെങ്കിൽ വളരെ ചെറിയൊരു ശതമാനം പോലും, നമുക്ക് എത്ര ശതമാനമാണ് നമുക്ക് അറിയുന്നത് എന്ന് പോലും നമുക്ക് പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഈ പ്രപഞ്ചത്തിനെ പ്രതി. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിട്ടുള്ള പ്രധാന സംഭവം, നമുക്ക് കാര്യങ്ങൾ പഠിക്കാനായിട്ട് സാധിക്കുന്നത് ഇതൊക്കെ നമ്മുടെ അനുഭവങ്ങളാണ്. അനുഭവം ഗുരു എന്ന് പറയുന്നത് പോലെയാണ്. അപ്പം നമ്മുടെ അനുഭവങ്ങളെ നമ്മൾ എത്രമാത്രം ഇഴകേറി പരിശോധിക്കുന്നുവോ, ഓവർ തിങ്ക് ചെയ്യുക എന്നുള്ളതല്ല, നമ്മുടെ അനുഭവത്തിനെ നമ്മൾ കോൺഷ്യസ് ആയിട്ട് അവെയർ ആകുക എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് നമ്മൾ ബോധപൂർവം നമ്മളതിനെക്കുറിച്ച് മനസ്സിലാക്കുന്ന സമയത്താണ് നമുക്ക് ആ അനുഭവത്തിൽ നിന്നുള്ള പാഠം ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നത്. എനിവേ, നമുക്കിങ്ങനെ നമ്മുടെ ഇടയിൽ നിന്ന് വേർപെട്ടു പോയതായിട്ടുള്ള വ്യക്തികൾ, അവരുടെ ആത്മാക്കൾ, അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യം, അല്ലെങ്കിൽ ഇനി മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അവരുടെ എനർജി, ചില മതങ്ങളൊക്കെ ഗാർഡിയൻ ഏഞ്ചൽ, കാവൽ മാലാഖ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഈ ഒരു പേഴ്സണിൻ്റെ എനർജി ഫീൽ ചെയ്യുന്ന അനുഭവം ഒരുപാട് വ്യക്തികൾക്കുണ്ട് എന്നുള്ളതാണ്. അപ്പം നമുക്ക് ആ അനുഭവത്തിനെ നമ്മൾ നിരാകരിക്കുന്നില്ല, നമ്മളതിനെ ഒന്ന് മനസ്സിലാക്കാൻ നോക്കുകയാണ്. നമുക്ക് അതിനെ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉപയോഗപ്രദമാക്കാനായിട്ട് സാധിക്കുക എന്നുള്ളത് ഒന്ന് ഡീകോഡ് ചെയ്യാനുള്ള ഒരു ചെറിയൊരു ശ്രമമാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, പലപ്പോഴും അവർ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവർ ജീവിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നതായിട്ടുള്ള നിമിഷങ്ങളുണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ പ്രതിസന്ധികൾ വരുമ്പം, അല്ലെങ്കിൽ ദുഃഖങ്ങൾ വരുമ്പോഴൊക്കെ നമ്മൾ അങ്ങനെ ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതായത് ചില ആളുകൾക്ക് ഫീൽ ചെയ്യുന്നതായിട്ടുള്ള ഒരു കാര്യമാണ് സഡൻ ഇമോഷണൽ പ്രസൻസ് എന്ന് പറയുന്നത്. അതായത് ഈ വ്യക്തികളെക്കുറിച്ച് വൈകാരികമായിട്ട് അവരുടെ ഒരു സാന്നിധ്യം അനുഭവപ്പെടുക. അത് നമ്മുടെ സെൻസറി ഓർഗൻസ് വെച്ച് കാണുന്ന രീതിയിലല്ല, നമ്മുടെ മനസ്സിൻ്റെ കണ്ണുകൊണ്ട് നമുക്ക് അവരെ അനുഭവപ്പെടുകയാണ്. അല്ലെങ്കിൽ അവർ നമ്മുടെ അടുത്തുണ്ട്, നമ്മുടെ ചുറ്റിനുമുണ്ട്, അല്ലെങ്കിൽ നമുക്കറിയാൻ പാടില്ലാത്ത ഒരു ഡയമെൻഷനിൽ നിന്നുകൊണ്ട് അവർ സഹായിക്കുന്നു. അത് നമുക്ക് ഫീൽ ചെയ്യുകയാണ്. അതൊരു കൈൻഡ് ഓഫ് ഫീലിംഗ് ആണ്, ഒരു ഇമോഷനാണ്. ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഒരുപക്ഷെ പല ആളുകളും വിശ്വസിക്കുന്നത് ഈ ആത്മാവ്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി, ഈ ഒരു എനർജി നമ്മളെ സഹായിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ വൈകാരികമായിട്ടുള്ള നിമിഷങ്ങളിൽ നമ്മുടെ ഒപ്പം എത്തുന്നു എന്നാണ് ചില ആളുകൾ വിശ്വസിക്കുന്നത്. നിങ്ങളെ പ്രതി നിങ്ങൾക്കും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. അടുത്തതായിട്ട് ഇത്തരത്തിലുള്ള വ്യക്തികളുടെ സ്പിരിച്വൽ എനർജി, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആത്മാക്കൾ നമ്മളുടെ ഒപ്പം ഉണ്ട് എന്ന് തോന്നുന്നൊരു ഘട്ടം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും വളരെ റിയലായിട്ട് തോന്നുന്നതായിട്ടുള്ള സ്വപ്നങ്ങളാണ്. ഇപ്പം അങ്ങനെ ചിലപ്പോൾ എപ്പോഴും സ്വപ്നം കാണുന്ന ഒരു വ്യക്തി ആയിരിക്കണമെന്നൊന്നുമില്ല. പക്ഷേ ജീവിതത്തിലെ ചില പ്രത്യേക ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വ്യക്തിപരമായിട്ട് എൻ്റെ പിതാവ് ഉൾക്കൊള്ളുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ, അങ്ങനെ എനിക്ക് സ്വപ്നത്തിലൂടെ വാർണിംഗ് സൈൻസും അതുപോലെ തന്നെ ഗൈഡൻസും ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ പലതവണ റിപ്പീറ്റഡ് പാറ്റേണിലുള്ള കണക്റ്റഡ് ആയിട്ടുള്ള ഡ്രീംസ് അദ്ദേഹത്തിനെ പ്രതി കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. പല സമയത്തും എനിക്ക് വളരെ ആഴത്തിലുള്ള ബന്ധമുള്ള വ്യക്തികളുമായിട്ട് സംബന്ധിച്ച് അവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുന്നതിന് മുൻപ് പലപ്പോഴും സ്വപ്നത്തിലൂടെ വളരെ സിംബോളിക്കായിട്ട്, നാടകീയമായിട്ട് അത് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും അതുകൊണ്ട് എനിക്ക് മനസ്സുകൊണ്ട് ഒരുങ്ങിയിരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതായത് ഇങ്ങനെയൊക്കെ വരാനുള്ള ഒരു സാധ്യതയുണ്ട്, സംതിങ് ഈസ് കമ്മിങ്, നെഗറ്റീവായിട്ടോ പോസിറ്റീവായിട്ടുള്ള എന്തോ ഒന്ന് വരുന്നു എന്നുള്ളത് മനസ്സിലാക്കുകയും അതുകൊണ്ട് ഈ വളരെ വലിയ പ്രശ്നങ്ങൾ, നമ്മളെ ബുദ്ധിമുട്ടിലാക്കുന്ന പ്രതിസന്ധികൾ വരുന്ന സമയത്തും നമുക്ക് കൂളായിട്ട് നിൽക്കാനായിട്ട് ഇത് സഹായിക്കുന്നു എന്നുള്ളതാണ്. സോ സ്പിരിറ്റ് വേൾഡിൽ നിന്നുള്ള ഒരു സഹായം, ഇത് ഒരു, ഞാനിപ്പോൾ പറഞ്ഞു എൻ്റെ പിതാവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരുപാട് ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട് എന്നുള്ളത്. അപ്പം നമ്മളുടെ ജീവിതത്തിൽ ഓരോരുത്തർക്കും ഇത് കേൾക്കുന്ന ആൾക്കാർ ഇപ്പോൾ ചിന്തിക്കുകയായിരിക്കും, എനിക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ചിലർക്കത് അമ്മയായിരിക്കും, അല്ലെങ്കിൽ സഹോദരങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഇതുപോലെ പിതാവായിരിക്കും, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ലൈഫ് പാർട്ട്ണറായിരിക്കും. അങ്ങനെ പല രീതിയിൽ നമുക്ക് വാണിങ്ങുകൾ ലഭിക്കുന്നു, അല്ലെങ്കിൽ ഇൻസൈറ്റുകൾ ലഭിക്കുന്നു. ഇതിനപ്പുറത്തേക്ക് നമുക്ക് ഈ സ്പിരിറ്റ് വേൾഡിലേക്ക് നമുക്ക് വൺസ് നമ്മുടെ ജീവിതത്തിൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ടെങ്കിൽ,
ഈ സ്പിരിറ്റ് വേൾഡിലേക്കുള്ള കണക്ഷൻ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു അനദർ ഡയമെൻഷനിലേക്കുള്ള ഒരു കണക്ഷനാണ്. കാരണം നമ്മുടെ ഈ ഭൗതികമായിട്ടുള്ള സെൻസറി ഓർഗൻസിൽ നിന്ന് അപ്പുറത്തേക്കുള്ള ഡയമെൻഷനിൽ നടക്കുന്നതായിട്ടുള്ള എനർജറ്റിക് ലെവലിലുള്ള ചില കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ സ്പിരിറ്റ് വേൾഡ് എന്ന് പറയുന്നത്. അങ്ങോട്ടേക്ക് നമ്മൾ കണക്ഷൻ ആകുക എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഞാൻ മുൻപ് ചില വീഡിയോകളിലൊക്കെ വിശദീകരിച്ചിട്ടുള്ള ഈ കോസ്മിക് എനർജി എന്ന് ഞാൻ വിളിക്കുന്ന ഒരു സംഗതി, അല്ലെങ്കിൽ നമ്മൾ പുരാണങ്ങളിലേക്കൊക്കെ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ പഴയകാല പ്രാചീന ഗ്രന്ഥങ്ങളിലേക്കും ലിഖിതങ്ങളിലേക്കും പോകുന്ന സമയത്ത് നമ്മൾ കാണുന്നതായിട്ടുള്ള പ്രാണ എന്ന് പറയുന്ന സംഗതി, ഇതിനെ ചിലപ്പോൾ സെമിറ്റിക് റിലീജിയൻസ് അത്ര പ്രാധാന്യം കൊടുത്തിട്ടുണ്ടാവില്ല. ബട്ട് ഈ പ്രാണയുടെ ഉപയോഗം, അല്ലെങ്കിൽ അത് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഉപയോഗിക്കുന്നു, അതിൻ്റെ എഫക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ടാണ് പലപ്പോഴും നമുക്ക് ഈ സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആയിട്ട് നമുക്കുണ്ടാകുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ബൈബിളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് കാണാം, മോശ എന്ന് പറയുന്നതായിട്ടുള്ള അദ്ദേഹത്തിന് ഈ മലമുകളിൽ വെച്ച് ഉണ്ടാകുന്നതായിട്ടുള്ള അനുഭവം, അപ്പോൾ അവിടെ അഗ്നിയുടെ രൂപത്തിൽ ദർശനം അദ്ദേഹത്തിന് ലഭിക്കുകയാണ്. അത് നമ്മൾ ഇസ്ലാമിലേക്ക് പോവുകയാണെങ്കിൽ സമാനമായിട്ടുള്ള അനുഭവങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഖുറാനിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത്. ഇനി അതുപോലെ പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നു എന്നുള്ളതിൻ്റെ ഒരു വിവരണം എന്നതിനപ്പുറത്തേക്ക് ഈ ആത്മീയ അനുഭവങ്ങളിൽ കൂടെയുള്ള ഗൈഡൻസിനെ എടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ സെമിറ്റിക് റിലീജിയൻസ് ഫോളോ ചെയ്യുന്ന ഒരു ടെൻഡൻസി എന്ന് പറയുന്നത്. പക്ഷെ അതെന്താണ്, അതെങ്ങനെ സംഭവിക്കുന്നു, എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള സ്പിരിറ്റ് സയൻസ് എന്നുള്ളതിലേക്ക് നോക്കുന്നത് പ്രധാനമായിട്ട് നമ്മൾ ഹിന്ദുസത്തിലേക്ക്, പ്രാചീന ഭാരതീയ സങ്കല്പങ്ങളിലേക്ക് വരുന്ന സമയത്താണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ ഈജിപ്ഷ്യൻ മിത്തോളജിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് നമുക്ക് കുറച്ച് ഹിൻസൊക്കെ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. രണ്ട് വലിയ സംസ്കാരങ്ങളാണ് ഇതൊക്കെ എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഞാൻ അങ്ങനെയുള്ള ചരിത്രാതീത കാലഘട്ടത്തിലെ കാര്യങ്ങളിലേക്ക് ഞാൻ അധികം കടക്കുന്നില്ല. കാരണം നമ്മുടെ ഇപ്പോഴത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് ഈ സ്പിരിറ്റ് വേൾഡിൽ നിന്ന് നമ്മളുടെ വേണ്ടപ്പെട്ടവരുടെ ആത്മാവ് അല്ലെങ്കിൽ അവരുടെ സ്പിരിച്വൽ എനർജി നമുക്ക് ഉണ്ടാകുന്നതായിട്ടുള്ള അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അനുഭവങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആത്മാവ് മാത്രമല്ല, അതിനപ്പുറത്തേക്കും നമുക്ക് സ്പിരിറ്റ് വേൾഡിൽ നിന്ന് ഇൻസൈറ്റ്സ് കിട്ടും. ഈ എനർജി എന്ന് പറയുന്ന സംഗതിയെ കൃത്യമായിട്ട് നമ്മൾ വിനിയോഗിച്ചിട്ടുണ്ടെങ്കിൽ, അത് കൃത്യമായിട്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ അത് യോഗയിലൂടെ ആയിരിക്കാം, ചിലപ്പോൾ പ്രാർത്ഥനയിലൂടെ ആയിരിക്കാം, ചിലപ്പോൾ മെഡിറ്റേഷനിലൂടെ ആയിരിക്കാം. ഈ മെഡിറ്റേഷൻ, പ്രാർത്ഥന, യോഗ എന്നൊക്കെ പറയുന്ന ഈ സംഗതി പലരും വിചാരിച്ചിരിക്കുന്നത് ഇത് ശരീരം പ്ലസ് മനസ്സുകൊണ്ട് മാത്രമുള്ള ഒരു കളിയാണ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ മനസ്സിനെ നിയന്ത്രിക്കുക. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ മനസ്സിനെ നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ മനസ്സിലേക്ക് തന്നെയാണ് നമ്മൾ ഫോക്കസ് ചെയ്തു പോകുന്നത്. അപ്പോൾ ഒരു കുരങ്ങനെ കുറിച്ച് അടുത്ത 10 മിനിറ്റ് നേരത്തേക്ക് ചിന്തിക്കരുത് എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ അടുത്ത 10 മിനിറ്റ് നേരവും നിങ്ങൾ ആ കുരങ്ങനെ കുറിച്ച് തന്നെയായിരിക്കും ചിന്തിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കണം, അതിനുവേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്, ഞാൻ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള എപ്പോഴുള്ള ചിന്ത എന്ത് ചെയ്യും, എന്നെ എന്താണോ ഞാൻ സീക്ക് ചെയ്യുന്നത് അതിൽ നിന്ന് എന്നെ തടയുമെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറയുകയാണ്, നമ്മൾ ഈ മനസ്സിൻ്റെ അപ്പുറത്തേക്കുള്ളൊരു തലത്തിലേക്ക് പോവുകയാണ്, നമ്മൾ മനസ്സിനെ ബൈപ്പാസ് ചെയ്തിട്ട് പോവുകയാണ്. ആ ബൈപ്പാസ് ചെയ്യുന്ന അവസ്ഥ നമുക്ക് ഈ പറയുന്ന മെഡിറ്റേഷൻ, യോഗ, അല്ലെങ്കിൽ ചില ആളുകളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ പ്രാർത്ഥന, ഇനി മറ്റു രീതിയിൽ പോവുകയാണെങ്കിൽ പല രീതിയിലുള്ള റിലീജിയസ് ആയിട്ടുള്ള റിച്വൽസ്. അപ്പോൾ അതിലൂടെ കടന്നു പോകുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരം എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഈ ശരീരത്തിനപ്പുറത്തുള്ള ഒരു ഊർജ്ജ ശരീരം, അവിടെ നമ്മൾ അലൈൻമെൻറ്റ് ഉണ്ടാക്കുകയാണ്, അവിടെ നമ്മളൊരു പ്യൂരിഫിക്കേഷൻ ഉണ്ടാക്കുകയാണ്, ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കുകയാണ്. ഈ ഓപ്പണിംഗ് പല വ്യക്തികളെ അനുസരിച്ച് പല ലെവലിലായിരിക്കും. അപ്പോൾ ഈ ഓപ്പണിങ് നമുക്കൊരു ഹയർ ലെവലിലേക്ക് സാധിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഡീപ്പറായിട്ടുള്ള സ്പിരിച്വൽ റലത്തിലേക്ക് നമുക്ക് ആക്സസ് കിട്ടും. അപ്പോഴാണ് ഞാൻ പറഞ്ഞ സ്പിരിറ്റ് വേൾഡിലെ അതർ ദാൻ ദ സ്പിരിറ്റ്സ്, ഈ ആത്മാക്കളുടെ ഇൻഫ്ലുവൻസിന് അപ്പുറത്തേക്കുള്ള സ്പിരിച്വൽ ബീയിങ്സുമായിട്ടുള്ള ഇൻട്രാക്ഷൻ, എനർജീസുമായിട്ടുള്ള ഇൻട്രാക്ഷൻ, പല രീതിയിലുള്ള രഹസ്യങ്ങളെ നമുക്ക് ഡീകോഡ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത്, നമ്മുടെ ജീവിതത്തിന്, ഭൗതികമായിട്ടുള്ള ജീവിതത്തിന് അപ്പുറത്തേക്കുള്ള വിശാലമായിട്ടുള്ള ലോകത്തിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനും അതിനെക്കുറിച്ച് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു ഉയർന്ന തലത്തിലേക്ക് നമുക്ക് ആക്സസ് പോകുന്ന സമയത്താണ്. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ പേഴ്സൺ ആൻഡ് സിറ്റുവേഷൻ, അയാളുടെ ജന്മം, അയാളുടെ കർമ്മം, ഇതിനെ ആശ്രയിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ പറയുന്ന ആത്മാക്കൾ നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ സംടൈംസ് നമുക്ക് ഇങ്ങനെയുള്ള ഡീപ്പറായിട്ടുള്ള റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്നതായിട്ടുള്ള സ്വപ്നങ്ങളിൽ കൂടെ, അത് ഡയറക്റ്റ്ലി ആയിരിക്കണമെന്നില്ല, വളരെ സിംബോളിക് ആയിട്ട് നമുക്ക് അർത്ഥങ്ങൾ ഡെലിവർ ചെയ്ത് കിട്ടുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് എൻ്റെ പിതാവ്, അതുപോലെ തന്നെ എൻ്റെ സഹോദരങ്ങൾ വലിയൊരു കുന്നിൻ്റെ മുകളിലേക്ക് ഒരു വലിയൊരു ഉരുളൻ കല്ല് തള്ളിക്കൊണ്ട് പോവുകയാണ്. ഒരാളുടെ പിന്നിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുകയാണ്. ആ ഒരു സ്വപ്നം ഞാൻ ഒന്നിലധികം തവണ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ കല്ല് മുന്നിൽ നിന്ന് ഞാൻ തള്ളുന്ന സമയത്ത് എൻ്റെ സഹോദരങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്, അതിനുശേഷം എൻ്റെ പിതാവ് അവരുടെയും പിന്നിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുകയാണ്. ബട്ട് ഹീസ് വീക്ക്, അദ്ദേഹം വളരെ വീക്കായിട്ടാണ് എനിക്ക് ഈ സ്വപ്നത്തിൽ കാണാനായിട്ട് സാധിച്ചത്. പിന്നീട് ഇതേ സ്വപ്നത്തിൻ്റെ തന്നെ മറ്റൊരു റെപ്ലിക്കേഷൻ എന്ന് പറയുന്ന രീതിയിൽ അടുത്തതായിട്ടുള്ളൊരു സ്വപ്നം കുറച്ച് കാലത്തിന് ശേഷം കണ്ടു.
മറ്റ് ചില ഫാമിലി മെമ്പേഴ്സും കൂടി ഇതിലേക്ക് ജോയിൻ ചെയ്യുന്നതായിട്ട്. പക്ഷെ പിന്നീട് വളരെ വേദനാജനകമായിട്ടുള്ള രീതിയിൽ അദ്ദേഹം ഇറങ്ങി വരുന്ന ഒരു സ്റ്റെപ്പിൽ നിന്ന് താഴേക്ക് പതിക്കുന്നതായിട്ടും പല ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ള വ്യക്തികൾക്ക് അദ്ദേഹത്തിനെ പിടിക്കാനോ പ്രൊട്ടക്ട് ചെയ്യാനോ കഴിഞ്ഞില്ല. ഒടുവിൽ അദ്ദേഹം നിലത്ത് വീണ് കിടന്ന് രക്തമൊഴുകി അതിൽ കിടന്നിട്ട് അദ്ദേഹം എന്തോ പറയാനായിട്ട് ശ്രമിക്കുകയാണ്. അദ്ദേഹം എന്താണ് പറയാനായിട്ട് ശ്രമിച്ചത് എന്നുള്ളത് ഇപ്പോഴും എനിക്ക് വ്യക്തമല്ല. ബട്ട് ജീവിതത്തിലേക്ക് പോകുന്ന സമയത്ത് എന്തൊക്കെയോ ചെയ്യണം, എന്തൊക്കെയോ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ള ഒരു മെസ്സേജായിട്ട്, ഒരു ഇൻഡയറക്റ്റ് മെസ്സേജായിട്ട്, ഒരു സിംബോളിക് മെസ്സേജായിട്ടാണ് ഞാനത് കണ്ടത്. അപ്പോൾ എനിക്ക് വളരെയധികം വിഷമം തോന്നി. ഇദ്ദേഹം ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക്, അദ്ദേഹത്തിനെ വീക്കായിട്ട് സ്വപ്നത്തിൽ കണ്ടെങ്കിലും ഇങ്ങനെ നിലത്തു വീണ് ഇങ്ങനെ കിടക്കുന്നതായിട്ടുള്ളൊരു അവസ്ഥയിൽ കണ്ടപ്പോൾ ഒരു വിഷമം. എന്താണ് സംഭവിച്ചത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും സ്വപ്നത്തിൽ അദ്ദേഹത്തിനെ കുറച്ചുകൂടി ആരോഗ്യവാനായിട്ട് കണ്ടു എന്നുള്ളതാണ്. അതായത് എൻ്റെ പിതാവിൻ്റെ മരണത്തിന് ശേഷം ഞാൻ അദ്ദേഹത്തിന് വളരെ വീക്കായിട്ട് പല സ്വപ്നങ്ങളിൽ കണ്ടു. പക്ഷെ പിന്നീട് ഈ അടുത്ത കാലത്തേക്ക് എത്തിയ സമയത്ത് കുറച്ചുകൂടി ആരോഗ്യത്തോടു കൂടി അദ്ദേഹം നിലകൊള്ളുന്നു. അപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം ആയിരിക്കാനും അദ്ദേഹത്തിനെ പിന്തുണയ്ക്കാനും എനിക്കും കുടുംബത്തിലെ ചില വ്യക്തികൾക്കും സാധിക്കുന്നു എന്നുള്ള രീതിയിൽ ഞാൻ സ്വപ്നത്തിൽ കാണുകയുണ്ടായി എന്നുള്ളതാണ്. അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിലെ മറ്റു കാര്യങ്ങൾ ഞാനിവിടെ വിവരിക്കുന്നില്ല. ഈ സ്പിരിച്വൽ ആൻഡ് ഈ ഡ്രീമിൻ്റെ സൈഡിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ വളരെ മീനിങ് ഫുള്ളായിട്ട് എനിക്ക് വളരെ വേണ്ടപ്പെട്ടതായിട്ടുള്ളൊരു വ്യക്തി, അദ്ദേഹത്തിന് ഒരു അസുഖം വരുന്നതിന് ആഴ്ചകൾക്ക് മുൻപ്, പലതവണ അദ്ദേഹത്തിന് ചെറുതാണെങ്കിലും പ്രശ്നങ്ങൾ വരുന്നതിന് മുൻപ് എനിക്ക് സ്വപ്നത്തിലൂടെ അത് കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് അദ്ദേഹം വെള്ളത്തിലൂടെ ഒഴുകിപ്പോകുന്നതും, രണ്ട് വ്യക്തികളുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് അദ്ദേഹം വെള്ളത്തിലൂടെ ഒഴുകിപ്പോവുകയും ഒടുവിൽ ഞാൻ ആ വെള്ളത്തിലേക്ക് ഇറങ്ങി ഇങ്ങനെ അലയുകയാണ്, ഇന്നയാൾ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട്. അങ്ങനെ ഒന്നിലധികം തവണ ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട സ്വപ്നം ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ളൊരു, നമ്മൾ അലയുകയാണല്ലോ, നമ്മൾ വിഷമിക്കുകയാണ്, അദ്ദേഹം എവിടെ, ആ ഒരു രീതിയിൽ സ്വപ്നം കാണുന്ന സമയത്ത് എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറയുന്നത് പിന്നീട് ഒരാഴ്ചയ്ക്കോ രണ്ടാഴ്ചയ്ക്കോ ശേഷം ഈ വ്യക്തിക്ക് ഒരു ഇഷ്യൂ വരുന്നതാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ കരകയറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഈ സ്വപ്നങ്ങൾ ഇങ്ങനെ ആദ്യമൊന്നും കാണുന്ന സമയത്ത് നമ്മൾ ഇത് സംഭവിക്കാൻ പോകുന്നതാണെന്നൊന്നും വിചാരിക്കില്ല. കാരണം ഇങ്ങനെ നെഗറ്റീവായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം സംഭവിക്കരുതെന്നാണ് നമ്മുടെ മനസ്സിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് അങ്ങനെ വിശ്വസിച്ചിട്ടില്ലെങ്കിലും പിന്നീട് ഇത് സംഭവിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, പിന്നീട് വന്ന സ്വപ്നങ്ങൾ വീണ്ടും അതേപോലെ പാറ്റേൺ ആവർത്തിക്കുന്നത് കണ്ടപ്പോൾ മനസ്സിലായി ഇറ്റ് ഈസ് ഹാപ്പനിങ്. അതൊരു യൂണിവേഴ്സിൽ നിന്നുള്ള വാർണിംഗ് സൈൻ ആണ്. അതുപോലെ തന്നെ ഈ മരണപ്പെട്ടു പോയിട്ടുള്ള വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്ന സ്വപ്നങ്ങൾ അവർ തീർക്കാനായിട്ട് വെച്ചതായിട്ടുള്ള എന്തോ ഒരു കർമ്മമാണോ, അതോ നമ്മളെ പ്രതി അവർ തീർക്കാനായിട്ട് വെച്ചതായിട്ടുള്ള കാര്യങ്ങൾ, അതിന് നമ്മൾക്ക് വേണ്ടതായിട്ടുള്ള ഗൈഡൻസ് അവർ നൽകുന്നതാണോ, ഈ കാര്യങ്ങളൊക്കെ പലപ്പോഴും നമുക്ക് ഇൻസൈറ്റ്ഫുൾ ആയിട്ട്, ഇപ്പം ഞാൻ നിങ്ങളോട് എല്ലാ കാര്യങ്ങളും പറയുന്നില്ല, ഡീപ്പറായിട്ട് നോക്കുമ്പോൾ എനിക്ക് മാത്രമല്ല നിങ്ങൾക്കാണെങ്കിലും ഇങ്ങനെയുള്ള സ്വപ്നങ്ങളും ഇങ്ങനെയുള്ള മെസ്സേജസും കിട്ടുമ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളൊരു ഗൈഡൻസ് കിട്ടും എന്നുള്ളതാണ്. അതായത് ജീവിതത്തിൽ അനിശ്ചിതത്വത്തിൽ നിൽക്കുന്നതായിട്ടുള്ള സമയങ്ങൾ, എൻ്റെ ജീവിതത്തിലും അങ്ങനെയുള്ള സമയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് എനിക്ക് വേണ്ടതായിട്ടുള്ള വ്യക്തികളെ എൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് എൻ്റെ ദേഹത്ത് തട്ടിയ അനുഭവങ്ങൾ എനിക്കുണ്ട് എന്നുള്ളതാണ്. പിന്നീട് അവരെൻ്റെ ജീവിതത്തിൽ വളരെയധികം ഹെൽപ്ഫുള്ളായിട്ട് എനിക്ക് വേണ്ടി പടം നയിക്കുന്നതായിട്ടുള്ള വ്യക്തികളായിട്ട് മാറുകയും ചെയ്തതായിട്ടുള്ള അനുഭവങ്ങൾ. സോ സ്പിരിച്വൽ ആൻഡ് യൂണിവേഴ്സൽ ഗൈഡൻസ് എന്ന് പറയുന്നത് നമുക്ക് സയന്റിഫിക്കലി പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ലെങ്കിലും ബേസ്ഡ് ഓൺ അവർ എക്സ്പീരിയൻസ്, നമ്മുടെ അനുഭവത്തിനെ നമുക്ക് നിരാകരിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. അടുത്തതായിട്ട് നമുക്കുണ്ടാകുന്ന അനുഭവം എന്ന് പറയുന്നത്, നമുക്ക് ഈ സ്പിരിച്വൽ ഗൈഡൻസ്, ഈ പറയുന്ന ആത്മാക്കളിൽ നിന്നുള്ള സപ്പോർട്ട് ലഭിക്കുന്ന സമയത്ത് പല സമയത്തും നമ്മുടെ മനസ്സിൽ അവരുടെ ടീച്ചിങ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇവരുമായിട്ട് നമുക്കുണ്ടാകുന്ന ഈ സൂപ്പർ നാച്ചുറൽ പോലെയുള്ള അനുഭവങ്ങൾ പലപ്പോഴും നമുക്ക് ഉറക്കത്തിലോ അല്ലെങ്കിൽ ഒരു ഹാഫ് സ്ലീപ്പ് ആയിട്ടുള്ള സ്റ്റേജിലോ ആണ് നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നത്. കാരണം ആ സമയത്ത് നമ്മുടെ ഈ ബോധ മനസ്സ് ഒരു എന്താ പറയുക, ഒരു പാതി മയക്കത്തിലോ അല്ലെങ്കിൽ ചിലപ്പോൾ അതൊരു മയങ്ങിയ അവസ്ഥയിലാണുള്ളത്. അപ്പോൾ ഉപബോധ മനസ്സിന് അല്ലെങ്കിൽ മനസ്സിൻ്റെ ഈ ഡീപ്പർ ലെവലിനാണ് യഥാർത്ഥത്തിൽ ഈ സ്പിരിറ്റ് വേൾഡുമായിട്ട് കൂടുതൽ അടുത്ത് കിടക്കുന്ന ലെയർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പതിയെ ഇത് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ബോധ മനസ്സിലേക്ക് വരുമ്പോഴത്തേനും നമ്മൾ ലോജിക്കൽ അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യും. യുക്തിപരമായിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കും, വിമർശനാത്മകമായിട്ട് ചിന്തിക്കും, നമ്മുടെ ബയാസുകളുടെ ബേസിൽ ചിന്തിക്കും, നമ്മുടെ ആഗ്രഹങ്ങളുടെയും നമ്മളുടെ ഡിസയേഴ്സിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. അന്നേരം നമുക്ക് കിട്ടിയതായിട്ടുള്ള ഈ സന്ദേശം പല രീതിയിൽ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നുള്ളതാണ്. പക്ഷേ നമുക്കിത് പ്രാക്ടീസ്ഡ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡ്യൂഷൻ്റെ ഹെൽപ്പോട് കൂടി നമ്മുടെ തെളിഞ്ഞ ബുദ്ധി, നമ്മുടെ ബുദ്ധിക്ക് ഒരു തെളിമ കിട്ടുകയാണെങ്കിൽ, ഈ യുക്തി എന്ന് പറയുന്നതിനെ മാറ്റണമെന്നല്ല ഞാൻ പറയുന്നത്, കലർപ്പില്ലാത്ത യുക്തിയായിരിക്കണം എന്നുള്ളതാണ്.
ഇപ്പം നമ്മൾ വെള്ളം എടുക്കുമ്പം അതിൽ കലർപ്പുണ്ടെങ്കിൽ അതിൻ്റെ ഗുണം കിട്ടില്ല. ശുദ്ധമായിട്ടുള്ള ജലത്തിനാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഗുണം കിട്ടുന്നത് എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഈ പറയുന്ന യുക്തിയും മനസ്സും ശുദ്ധമായിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ക്ലിയർ വാട്ടറിൽ കൂടെ അടിത്തട്ട് കാണാനായിട്ട് സാധിക്കുന്നത് പോലെ ആത്മീയ ലോകത്ത് നിന്നുള്ള സന്ദേശങ്ങൾ നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ടും അതിനെ നമുക്ക് ഡീകോഡ് ചെയ്യാനായിട്ടും സാധിക്കും. നമ്മുടെ ഭൗതിക ജീവിതത്തിൽ ഇത് എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ പലപ്പോഴും നമ്മുടെ പല ഡ്രീംസും നമ്മൾ വേറെ വ്യക്തികളോട് അതിൻ്റെ അർത്ഥം ചോദിച്ചു ചെല്ലും, അല്ലെങ്കിൽ നമ്മുടെ സമയം ശരിയാണോ അല്ലെങ്കിൽ ദോഷമാണോ മോശമാണോ, ഇങ്ങനെ എപ്പോഴും നമ്മൾ പല രീതിയിലുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള ആൾക്കാരോടാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിൽ തന്നെ ഈ കാര്യങ്ങളുടെ ആൻസർ ഉണ്ട്. നമ്മുടെ ഉള്ളിലാണ് ഇതിൻ്റെ ഏറ്റവും കൃത്യമായിട്ടുള്ള ആൻസർ ഉള്ളത്. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ ഈ പറഞ്ഞതുപോലെ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. ക്ലിയർ ആക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ അടിത്തട്ട് കാണാനായിട്ട് സാധിക്കും, ഇതിൻ്റെ പാറ്റേൺ കാണാനായിട്ട് സാധിക്കും. എന്താണോ അവർ ഉദ്ദേശിച്ചത്, എന്താണോ അവർ ആഗ്രഹിച്ചത്, അതുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് പലപ്പോഴും അവരുടെ ടീച്ചിങ്സ്, അവരുടെ വാല്യൂസ് നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ എപ്പോഴും എക്കോ പോലെ പ്രതിഫലിച്ചു കൊണ്ടിരിക്കുന്നത്. അവരുടെ ശബ്ദത്തിൽ ആ സംസാരം, ആ ഉപദേശം നമ്മൾ കേട്ടോണ്ടിരിക്കുകയാണ്. നമ്മുടെ മനസാക്ഷിയാണ് സാധാരണ നമ്മളോട് സംസാരിക്കുന്നത്. ബട്ട് സംടൈംസ് നമ്മളിൽ നിന്ന് വേർപെട്ട് പോയതായിട്ടുള്ള ഈ വ്യക്തികളുടെ ശബ്ദത്തിൽ ഈ മനസാക്ഷി സംസാരിക്കുന്നത് പോലെ നമുക്ക് തോന്നുമെന്നുള്ളതാണ്. ദാറ്റ്സ് എ കൈൻഡ് ഓഫ് സ്പിരിച്വൽ ചാനലിംഗ് ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അടുത്തതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ടൈമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഇമോഷണൽ എക്സ്പീരിയൻസസ് ആണ്. ഇപ്പം നമ്മൾ ജീവിതത്തിൽ പ്രതിസന്ധി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിക്കോട്ടെ, ഇതിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഈ വ്യക്തികളുടെ സാന്നിധ്യം നമുക്ക് അതിശക്തമായിട്ട് ഫീൽ ചെയ്യുമെന്നുള്ളതാണ്. എനിക്കുണ്ടായ വളരെ വലിയൊരു അനുഭവം എന്ന് പറയുന്നത്, ഞാൻ ഒരു പ്രധാനപ്പെട്ട ഒരു ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് അവിടെയുള്ള പിതാവ്, അദ്ദേഹം ഇല്ല, പക്ഷേ എനിക്ക് കൃത്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുകയാണ് അദ്ദേഹം മറ്റൊരു ലോകത്ത് നിന്ന്, അദ്ദേഹത്തിൻ്റെ കൂടെ മറ്റൊരുപാട് സ്പിരിച്വൽ ബീയിങ്സ് ഉണ്ട്, ആത്മാക്കളുണ്ട്, അവരോടൊപ്പം ഈ ചടങ്ങ് നോക്കി കാണുന്നതായിട്ട്. ഇത് എൻ്റെ മനസ്സിൻ്റെ ഭാവന എന്നതിനപ്പുറത്തേക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്ന ഒരു ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള വിഷനായിട്ട് ആണ് ഞാനത് മനസ്സിലാക്കിയത് എന്നുള്ളതാണ്. സോ ടൈമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഇമോഷണൽ എക്സ്പീരിയൻസസ് നമുക്കിങ്ങനെ സ്പിരിറ്റ് വേൾഡിൽ നിന്നും അതുപോലെ തന്നെ നമ്മളുടെ വേണ്ടപ്പെട്ടവരുടെ ആത്മാവിൻ്റെ അനുഭവങ്ങൾ എന്നുള്ള രീതിയിൽ നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. പല സമയത്തും ജീവിതത്തിൻ്റെ ഡാർക്കായിട്ടുള്ള ഫേസസിൽ നമുക്ക് ഒരു പ്രൊട്ടക്ഷൻ ഫീലിംഗ് ഉണ്ടാകുമെന്നുള്ളതാണ്. ഈ വ്യക്തി നമ്മളെ സഹായിക്കുന്നു അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. തീർച്ചയായിട്ടും എനിക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ അങ്ങനെയുള്ള അനുഭവം വളരെ വ്യക്തമായിട്ടുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ, എൻ്റെ ഫാദറിൻ്റെ ഒരു എനർജി എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിട്ട്, എൻ്റെ ചുറ്റിനുമുള്ളതായിട്ട്, എന്നെക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നതായിട്ട്. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് ഈ സ്പിരിറ്റ് വേൾഡിൽ നിന്നുള്ള ഒരു സ്പിരിറ്റ് മാത്രമാണ് ഇവർ. അവർക്ക് ചിലപ്പം വീണ്ടും ചെയ്തു തീർക്കാനായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരിക്കാം. നിങ്ങളുടെ ഒക്കെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. കാരണം ഈ കാര്യങ്ങൾ ഞാനൊരു ഒബ്ജക്റ്റീവായിട്ട് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുമ്പോഴാണ് അതിന് കൂടുതൽ ക്ലാരിറ്റിയും ആഴവും കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് പറയുന്നത്. ഞാൻ എൻ്റെ വീഡിയോകളിൽ അധികം അങ്ങനെ സംസാരിക്കാറുണ്ടായിരുന്നില്ല. ബട്ട് ടൈം ചേഞ്ചിങ്, എൻ്റെതായിട്ടുള്ള ഈ നിങ്ങളോടുള്ള സംസാരം എന്ന് പറയുന്നത് വേറൊരു മോഡിലേക്ക് മാറേണ്ടതായിട്ടുള്ള സമയം എത്തിയതുപോലെ എനിക്ക് തോന്നുകയാണ്. സോ നമ്മുടെ ഡാർക്ക് ഫേസസിൽ ഇതുപോലുള്ള സ്പിരിറ്റ് വേൾഡിൽ നിന്നുള്ള സപ്പോർട്ട് നമുക്ക് കൃത്യമായിട്ട് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്, നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കണം, അല്ലെങ്കിൽ നല്ലപോലെ പെരുമാറണം, അവരോട് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം, എല്ലാവരെയും സ്നേഹിക്കണം, എല്ലാവരെയും ഉൾക്കൊള്ളണം, എല്ലാവർക്കും കൊടുക്കണം, പങ്കുവെക്കണം എന്നുള്ള ഒരു അന്തർലീനമായിട്ടുള്ള ആഗ്രഹത്തോടെയാണ്. പക്ഷേ അത് ഇന്നാകട്ടെ, നാളെ ആകട്ടെ, മറ്റന്നാളാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മളങ്ങ് മരണപ്പെട്ടു പോയി എന്ന് ചിന്തിക്കുക. നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് നമ്മൾ വേണ്ടത്ര സ്നേഹം കൊടുത്തില്ല, നമ്മുടെ കർമ്മം പൂർത്തിയാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ പിന്നീട് നമുക്ക് ഒരുപക്ഷെ സ്പിരിറ്റ് വേൾഡിൽ നിന്ന് ക്രിയേറ്റർ ഒരു സ്പിരിറ്റിന് അനുവദിച്ചു കൊടുക്കുന്നതായിട്ടുള്ള, കാരണം ഈ സ്പിരിറ്റ് വേൾഡിൽ ഈ ഭൗതിക ലോകത്തിനേക്കാളും ഫ്രീഡം ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ സ്പിരിച്വൽ ബീയിങ്സ് ഓരോ വ്യക്തികൾക്കും ആത്മീയ അനുഭവങ്ങൾ നൽകിക്കൊണ്ട് നമ്മളോടൊപ്പം ആയിരിക്കുന്നതും നമുക്ക് അതിൽ നിന്ന് നമ്മുടെ ഈ ഭൗതിക ജീവിതത്തിന് വേണ്ടതായിട്ടുള്ള ഗുണങ്ങൾ ഉണ്ടാകാനായിട്ട് സഹായിക്കുന്നതും. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ചില ബന്ധങ്ങൾ മരണം കൊണ്ടും പൂർണ്ണമായിട്ട് അവസാനിക്കുന്നില്ല. ചിലർ ജീവിതത്തിൽ നിന്ന് പോകും, പക്ഷേ അവരുടെ സ്വാധീനം, പ്രാർത്ഥന, സ്നേഹം, ഓർമ്മ, കർമ്മം, പ്രൊട്ടക്ഷൻ തുടങ്ങിയവ ചിലരുടെ ജീവിതത്തിൽ തുടരുകയും ചെയ്യും. അപ്പൊ ഞാൻ പറയുകയാണ്, യഥാർത്ഥത്തിലുള്ള ഹീലിംഗ് നടക്കുന്നത് അവർ പോയല്ലോ എന്നോർത്ത് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥനകൾ ചൊല്ലുകയും അല്ലെങ്കിൽ അതിനുവേണ്ടി കരയുകയും ചെയ്യുന്ന അവസ്ഥയിലല്ല. യഥാർത്ഥത്തിൽ എത്ര ആഴത്തിലാണ് അവർ നമ്മളെ സ്പർശിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു തുറവി നമ്മളുടെ മനസ്സിനുണ്ടാകുന്ന സമയത്താണ്. മതപരമായിട്ടുള്ള റീസൺസ് കൊണ്ടായാലും അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാരണങ്ങൾ കൊണ്ടായാലും
നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു ഓപ്പൺനെസ്, ആ ഒരു ഫ്ലെക്സിബിലിറ്റി അടഞ്ഞു പോകാതിരിക്കുന്ന സമയത്താണ് നമുക്ക് വിശാലമായിട്ടുള്ള ആത്മീയ ലോകത്തിലേക്കുള്ള തുറവി ലഭിക്കുന്നത്. അടുത്ത് നിൽക്കുന്ന അനുജനെ കാണാനായിട്ട് സാധിക്കാത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അരൂപനായിട്ടുള്ള ഈശ്വരൻ അദൃശ്യനായതിൽ അത്ഭുതപ്പെടാനില്ല എന്നാണ് പറയപ്പെടുന്നത്. അപ്പം ഞാൻ പറയുകയാണ്, ഈ സ്പിരിറ്റ് വേൾഡിൻ്റെ അല്ലെങ്കിൽ ഈ സകല ചരാചരങ്ങളുടെയും സൃഷ്ടാവ് അല്ലെങ്കിൽ സോഴ്സ്, അത് മാത്രമല്ല ആത്മീയ ലോകത്ത് മറ്റൊരുപാട് സംഗതികളും കൂടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിന് നമ്മുടെ കണ്ണ് ഓപ്പൺ ആയിരിക്കണം. ഭൗതികമായിട്ടുള്ള കണ്ണല്ല, നമ്മുടെ മൂന്നാമത്തെ ഈ കണ്ണ് എന്ന് പറയുന്നതായിട്ടുള്ള അവസ്ഥ. മൂന്നാം കണ്ണ് ഓപ്പൺ ആകണമെങ്കിൽ നമ്മൾ ചക്രങ്ങളെക്കുറിച്ച് അറിയണം, നമ്മൾ എനർജിയെക്കുറിച്ച് അറിയണം, എനർജി ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. മുൻപൊരു വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് കോസ്മിക് എനർജി സെൻസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത് ഞാൻ കണക്ട് ചെയ്ത് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ കോസ്മിക് എനർജി അല്ലെങ്കിൽ ഈ അതർ ഡയമെൻഷനിലേക്കുള്ള നമുക്ക് ഭൗതികമായിട്ട് അല്ലെങ്കിൽ ഒരു പാർഷ്യലി ഫിസിക്കലായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഒരവസ്ഥയാണ് ഈ എനർജി സെൻസിങ് എന്ന് പറയുന്നത്. അത് നമ്മളെ മറ്റൊരു വിശാലമായിട്ടുള്ള ലോകത്തേക്ക് കണക്ട് ചെയ്യുകയാണ്. അതിലേക്ക് ഒട്ടും കണക്ഷൻ ഇല്ലാതെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ശക്തമായിട്ടുള്ളൊരു ഭൗതിക ജീവിയും ജഡത്തിൻ്റെ മോഹങ്ങൾക്ക് അടിപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയുമായിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ പറയുന്ന ഈ യുക്തിയാണ് ഏറ്റവും സത്യം, അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല, ആ യുക്തിയാണ് ഏറ്റവും വലുത് എന്ന് ചിന്തിക്കും. പക്ഷെ അതിനപ്പുറത്തേക്ക്, യുക്തിക്കപ്പുറത്തും ഒരു തലമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ കണ്ടതല്ല, നമ്മൾക്ക് വളരെ കുറച്ച് മാത്രമേ അറിയുള്ളൂ. പിന്നെ എങ്ങനെയാണ് എനിക്കറിയുന്നതാണ് സത്യമെന്ന് പറയാനായിട്ട് സാധിക്കുക? ഇറ്റ്സ് പെർസ്പെക്റ്റീവാണ്. അതിനപ്പുറത്തേക്ക് വിശാലമായിട്ടുള്ള ആത്മീയ ലോകമുണ്ട്. അതൊരു വീക്ഷണം എന്നതിനപ്പുറത്തേക്ക് വളരെ വിഗ്രഹമായിട്ടുള്ള ഒരവസ്ഥയാണ്, അൺലിമിറ്റഡ് ആയിട്ടുള്ളൊരു അവസ്ഥയാണ്. അപ്പം നമ്മുടെ ആത്മാവിനെ അതിലേക്ക് അലയാനായിട്ട് വിടാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാൻ ഈ മെസ്സേജ് നിർത്തുകയാണ്. ഒരുപാട് കാര്യങ്ങൾ പറയുവാനുണ്ട്, തീർച്ചയായിട്ടും തുടരുവാൻ വേണ്ടി തന്നെ നിർത്തുകയാണ്. നമസ്തേ.